വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. സയോനി ഘോഷും മഹുവ മൊയ്ത്രയും അടങ്ങുന്ന തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജിയുടെ വിശ്വസ്തരായിരുന്ന നിരവധി എംപിമാർ ഒറ്റയടിക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായി മാറുന്നു. ബംഗാളിൽ കോൺഗ്രസിന് പുതുവസന്തം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മമതാ ബാനർജിക്ക് ചിന്തിക്കാൻ സമയം കൊടുത്തതാണ് കോൺഗ്രസ് ചെയ്തു കൊടുത്ത ഔചിത്യ മര്യാദ. അത് മമത എങ്ങനെയൊക്കെ വിനിയോഗിച്ചാലും ഇല്ലെങ്കിലും മമതയും അഭിഷേക് ബാനർജിയും മാത്രമാണ് ഇനി കോൺഗ്രസിലേക്ക് രക്ഷ തേടാൻ മാത്രമായി മാറി നിൽക്കുന്ന തൃണമൂൽ നേതാക്കൾ. കാരണം മറ്റുള്ള എംപിമാരെല്ലാം തൃണമൂലിനെ കൈയൊഴിഞ്ഞ് വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായി കൂട്ടുകക്ഷി നേതൃത്വമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പല എംപിമാരും BJPയിലേക്ക് പോകുന്നു. പലരും തനിയെ സഖ്യമായി ഒരു പാർട്ടി ഉണ്ടാക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ബംഗാളിൽ അടിമുടി നീക്കങ്ങൾ. ഏതായാലും അധീർ രഞ്ജൻ ചൗധരിക്കാണ് കോളടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം ബംഗാൾ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരുന്ന അധീർ രഞ്ജൻ ചൗധരി ലോക്സഭയിൽ 2009 തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ കക്ഷി നേതാവായി നിന്നപ്പോൾ പോലും അധീർ രഞ്ജൻ ചൗധരിയുടെ സാന്നിധ്യമെന്നത് ബംഗാളിലെ കോൺഗ്രസ് ഘടകത്തിന് എപ്പോഴും ഊർജ്ജമാണ്. വളരെ ചെറുപ്പത്തിലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് എത്തേണ്ടിയിരുന്ന വ്യക്തി നിരവധി തവണ MP ആയിട്ടും സ്ഥാനമാനങ്ങളൊന്നും അലങ്കരിച്ചിട്ടില്ല. കേന്ദ്രമന്ത്രിസഭയിൽ പോലും കോൺഗ്രസ് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാനോ ഒന്നും പരിഗണിക്കാനോ ശ്രമിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. മമതാ ബാനർജി അടക്കമുള്ളവർ ഇനി അധീർ രഞ്ജൻ ചൗധരിയുമായി എല്ലാം മറന്ന് സഹകരിക്കാൻ താൽപ്പര്യപ്പെടുന്ന സമയം. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കൂട്ടുനിന്നയാളാണ് മമത. BJPയോടൊപ്പം വേണമെങ്കിലും ചേർന്ന് നിന്ന് അധീർ രഞ്ജൻ ചൗധരിയെ തെറി പറയാൻ ശ്രമിച്ച മമത ഇന്ന് ആ മമതയ്ക്ക് കോൺഗ്രസിൽ ഗ്രിപ്പ് വേണമെങ്കിൽ അധീർ രഞ്ജൻ ചൗധരിയുടെ കൂടി പിന്തുണ വേണം. അല്ലെങ്കിൽ ബംഗാളിലെ കോൺഗ്രസ് ഘടകം പരിപൂർണമായി അധീർ രഞ്ജൻ ചൗധരിക്ക് എല്ലാ തരത്തിലും സഹായവും എല്ലാ തരത്തിലും അദ്ദേഹമാണ് അവസാനവാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്ന് വളരെ നന്നായി മമതാ ബാനർജിക്കറിയാം. മഹുവ മൊയ്ത്രയും സൈനി ഘോഷുമൊക്കെ ഇപ്പോൾ മമതയല്ല തങ്ങളുടെ നേതാവായി കണക്കാക്കുന്നത്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും ഒക്കെയാണ് അവരുടെ നേതാവായി കണക്കാക്കുന്നത്. ഒരു ദ്രുതഗതിയിലുള്ള മാറ്റം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്നു. അത് എല്ലായിടത്തും വ്യാപിക്കുന്നു. അതിൽ മമത ആമാന്തിക്കേണ്ട കാര്യമില്ല. കരുതിക്കൂട്ടി ചെയ്ത ചെയ്തികൾക്ക് ഒരു വലിയ തിരിച്ചടി ഇനിയും അവർക്കും അഭിഷേക് ബാനർജിക്കും ലഭിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യുക്തിഭദ്രതയോടെ പ്രവർത്തിക്കാനാണ് ഇനി മമതയുടെ ശ്രമം.